യു എക്സിൻ്റെ ഒരു സബ്സെറ്റാണ്. ഭയങ്കര ഒരു പിക്സൽ ഇങ്ങനെ സൂം ചെയ്ത് നോക്കിയിട്ടാണ് ഓരോന്നും അപ്രൂവ് ചെയ്യുക. ഇതിപ്പോൾ AI നമ്മൾ ആലോചിക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ പണ്ട് നമ്മൾ സമരമൊക്കെ ചെയ്തിരുന്നല്ലോ, കമ്പ്യൂട്ടർ ജോലി യൂസറിനെ എംപത്തൈസ് ചെയ്തിട്ട് നമ്മൾ ഓരോന്നും ഡിസൈൻ ചെയ്യണം. ശരിക്കും അൾട്ടിമേറ്റ്ലി നമുക്ക് വർക്കും നമ്മുടെ ജോബും ശരിക്കും ഒരു സെപ്പറേറ്റ് ചെയ്യാത്ത വിധത്തിൽ നമ്മൾ അത് എൻജോയ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് ശരിക്കും കരിയർ സെറ്റ് ആവുക. വിഷ്വലൈസേഷൻ കേപ്പബിലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഡിസൈനിൽ ഒക്കെ. ഒരു ഇല്ലാത്തൊരു സാധനം അവിടെ ഉള്ള രീതിയിൽ നമുക്ക് കാണാൻ പറ്റണം. ഹായ് ഓൾ, വെൽക്കം ടു യെറ്റ് അനദർ പോഡ്കാസ്റ്റ് വിത്ത് അസ്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഔട്ട്ഫിറ്റ് UXൻ്റെ കോ-ഫൗണ്ടറും ചീഫ് ഡിസൈനറുമായിട്ടുള്ള മിസ്റ്റർ ബിജിത്ത് അഹമ്മദ് ആണ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, തുടങ്ങുന്നത് നിങ്ങളുടെ ഒരു കരിയർ ജേണി എങ്ങനെയായിരുന്നു എന്നൊക്കെ ഒന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. സോ എൻ്റെ കരിയർ കാലിക്കറ്റിലായിരുന്നു മെജോറിറ്റി. ഞാൻ സ്കൂളും പിന്നെ അന്ന് പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് അറൗണ്ട് 91 എൻജിനീയറിങ് കിട്ടി. ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു CET. അവിടെ 97 പാസ്സായി. അവിടെ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ അതായിരുന്നു എൻ്റെ പിന്നെ സ്പെഷ്യൽ ബ്രാഞ്ച്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഓർമ്മയുണ്ട്, പിന്നെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഞങ്ങൾ അവിടെ നിന്ന് നാട്ടിൽ കാര്യമില്ല, പിന്നെ ക്യാമ്പസൊന്നും കിട്ടിയില്ല. നമ്മൾ മെൻസ് ഹോസ്റ്റൽ ടീമായിരുന്നു. അപ്പം അവിടെ കുറച്ച് നാച്ചുറലി ഡേ സ്കോളേഴ്സായിട്ട് കോമ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് പാടാം, ഹോസ്റ്റൽ കൾച്ചറും. അപ്പോൾ അവിടെ നിന്ന് നേരെ ബാംഗ്ലൂരിലേക്ക് വിട്ടു. ബാംഗ്ലൂരിൽ എൻ്റെ പിന്നെ ഫസ്റ്റ് ജോബ് ഒരു സ്റ്റാർട്ടപ്പിലായിരുന്നു കിട്ടിയത്. അപ്പം അന്ന് എൻ്റെ ബോസ് NID നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ, അന്ന് ബാംഗ്ലൂരിൻ്റെ അവരുടെ കോർപ്പറേറ്റ് ബസ്സിൻ്റെ ഒക്കെ ഡിസൈൻ ഒരു നല്ല ഡിസൈനറായിരുന്നു. ഞാൻ അങ്ങയുടെ കൂടെ ഒരു എന്താ പറയുക ഫ്രണ്ട് ആൻഡ് പ്രോഗ്രാമറായിട്ട്, മൾട്ടിമീഡിയ പ്രോഗ്രാമറായിട്ടാണ് എൻ്റെ ഫസ്റ്റ് ജോബ് വരുന്നത്. അപ്പം അന്ന് നമ്മുടെ കസ്റ്റമേഴ്സ് സത്യം അന്നത്തെ ടോപ്പ് കമ്പനീസായിരുന്നു നമ്മൾ അന്നത്തെ കസ്റ്റമേഴ്സ്. അവരുടെ ഡിസൈൻ ജോബ്സൊക്കെ നമ്മൾ ചെയ്യും. അപ്പം അവരുടെ കൂടെ ഒരു 2 വർഷം ഞാൻ ഫ്രണ്ട് ആൻഡ് ഡെവലപ്പറായിട്ട്, അന്ന് പിന്നെ UX അങ്ങനത്തെ ടേമൊന്നുമില്ല, വെബ് ഡിസൈനറായിട്ടും, പിന്നെ അന്ന് അഡോബിൻ്റെ ചില ടൂൾസ് ഉണ്ട്, അഡോബിൻ്റെ മാക്രോമീഡിയ, ഫ്ലാഷ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടൂൾസ്. ഞാൻ മാക്രോമീഡിയയിൽ ഫസ്റ്റ് സ്ക്രിപ്റ്റിംഗ് തുടങ്ങിയത്. ചെറിയ നമ്മുടെ കാരംസൊക്കെ പ്രോഗ്രാം ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അന്ന്. പിന്നെ ഒരു അങ്ങനെ അതാണ് എൻ്റെ ഒരു തുടക്കം, ഫസ്റ്റ് ജോബ് വരെയുള്ള ചുരുക്കി പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷനിൽ നിന്ന് നേരെ ഡിസൈനിങ്ങിൽ. അന്ന് നമ്മൾ 97 എന്ന് പറയുമ്പോൾ Y2Kൻ്റെ ഒരു പ്രോബ്ലംസ് ഉള്ള കാലഘട്ടമായിരുന്നു. ഏത് ബ്രാഞ്ചാണെന്നൊന്നുമില്ല, എന്ത് കഴിഞ്ഞാലും IT. ഓക്കെ, അപ്പം അന്ന് Y2Kക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേരെ ഹയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം സിവിലായാലും മെക്കായാലും എല്ലാവർക്കും IT ഓപ്പർച്യൂണിറ്റിയാണ്. എന്നാലും മൊബൈലൊന്നും എനിക്ക് തോന്നുന്നില്ല പ്രചാരത്തിൽ പോലും ഇല്ല. ഞാൻ ജനിച്ച കൊല്ലം, അതുകൊണ്ട് എനിക്ക് അന്നത്തെ പറ്റി വലിയൊരു ഐഡിയ ഒന്നുമില്ല. അപ്പോൾ എങ്ങനെ ഈ UI UX എന്നുള്ള ഇൻ്റർഫേസ് പരിപാടിയൊക്കെ? അതാണ് അന്ന് വെബ് ഡിസൈൻ. ഓക്കെ, വെബ് ഡിസൈനറാണ്, വെബ് ഡിസൈനെ പറയുള്ളൂ. UX ഉണ്ട്, പക്ഷെ ഞങ്ങൾ കേട്ടിട്ടില്ല. 1990s തന്നെ ഫസ്റ്റ് UXൻ്റെ ടേമൊക്കെ ആയി വരുന്ന സമയമാണ്. ശരിക്കും UI UX ആണോ UX UI ആണോ? അത് ഇൻ്റർചേഞ്ചബിളി യൂസ് ചെയ്യാറുണ്ട്. ഒരു ഡിബേറ്റ് ഉണ്ടല്ലോ. UX UI ആണ് കുറച്ചും കൂടെ. പിന്നെ ഇതൊക്കെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഗൂഗിളിൽ കീവേഡ് വെച്ചിട്ട് പിന്നെ എൻ്റെ സൈറ്റും ചെയ്യണം, എൻ്റെ കണ്ടൻറ്റും ആക്കണം. അപ്പം ഗൂഗിൾ എന്താണോ കീവേഡ് റെക്കമെൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഉപയോഗിക്കും അപ്പം കമ്പനികൾ. ഇപ്പോൾ ഈ നമ്മുടെ ഈ ഷോ ശരിക്കും പറഞ്ഞാൽ UX ഡിസൈനറിലാണ്, UXൻ്റെ ഒരു സബ്സെറ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഷോ കാണുന്ന ഒരാൾക്ക് സിമ്പിളായിട്ട് UI UX എന്താണെന്നുള്ളത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? UI UX എന്ന് പറയുമ്പം ഇത് മുമ്പ് ഡോൺ നോർമൻ ഇയാളാണ് ഇതിൻ്റെ ഫാദർ ഫിഗർ. ഓക്കെ, ഇയാൾ ആപ്പിളിൽ ഫസ്റ്റായിട്ട് വരുന്ന ടേം UX എന്നുള്ള ഫസ്റ്റ് ടേം വരുന്നത് ഇയാളുടെ UX ചീഫ് ആർക്കിടെക്റ്റ് എന്നോ അങ്ങനെ എന്തോ ആണ് ഇങ്ങനത്തെ ഫസ്റ്റ്. അങ്ങനെയാണ് ഈ വേർഡ് കോയിൻ ചെയ്യുന്നത്. അതിന് മുമ്പ് യൂസബിലിറ്റി എൻജിനീയറിങ്, ഫ്രണ്ട് എൻഡ് എന്നൊക്കെ പറയായിരുന്നു. പക്ഷെ അതിനെ കുറച്ചും കൂടെ ഒരു ബ്രോഡർ സെൻസിലുള്ള ഒരു എക്സ്പീരിയൻസ്
ആണ് അതിന് കൂടുതൽ മാച്ചിങ്. ആ ഒരു രീതിയിലോട്ട് ഇങ്ങനെയാണ് പുഷ് ചെയ്തത്. ഓക്കെ, ഇന്നിപ്പോൾ ഒരു പോഡ്കാസ്റ്റിന് വരികയാണ് എൻ്റെ വീട്ടിലൊക്കെ പറഞ്ഞപ്പം അവിടുന്ന് എന്താണ് UI/UX എന്ന് എനിക്ക് ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇപ്പം നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെ. അപ്പം ആളുകളോട് ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എന്താണ് UI/UX എന്ന് സിമ്പിളായിട്ട് എങ്ങനെയാണ് ഇപ്പം? ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഡോറ്, അപ്പോൾ ഈ ഡോർ നോർമേൻ്റെ ഒരു ഫേമസ് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഡോറ് ചിലപ്പം തള്ളേണ്ടി വരും, ചിലപ്പം പുള്ള് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം അത് തള്ളേണ്ടതാണോ പുള്ള് ചെയ്യേണ്ടതാണോ എന്നൊക്കെ പിന്നെ ആളുകളെപ്പോഴും കൺഫ്യൂഷനാണ്. അതിന് ഡിസൈനിൽ തന്നെ ഓക്കെ, തള്ളേണ്ട സ്ഥലത്ത് തള്ളേണ്ട ഡിസൈനും പുള്ള് ചെയ്യേണ്ട സ്ഥലത്ത് പുള്ള് ചെയ്യേണ്ട ഡിസൈനും അത് അപ്ഫ്രണ്ടായിട്ട് കണ്ട് യൂസറിൻ്റെ എക്സ്പീരിയൻസ് നമ്മൾ ഇമാജിൻ ചെയ്തിട്ട് ചെയ്യുന്നൊരു പരിപാടിക്ക് നമ്മൾ ജനറലി പറയും. പക്ഷെ നമ്മുടെ ഒരു സെഗ്മെൻറ്റ് കുറച്ചും കൂടെ ഡിജിറ്റൽ സ്പേസിലാണ്. ഈ യൂസർ എക്സ്പീരിയൻസ് എന്നുള്ളത് ഇൻ എ ബ്രോഡ് സെൻസ് എനി പ്രോഡക്റ്റ് ഡിസൈൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു അയൺ ബോക്സ്, അത് നമ്മൾ അതിൻ്റെ ഹാൻഡിൽ പൊള്ളാൻ ചൂട് വരാൻ പാടില്ല. അപ്പോൾ ആ രീതിയിൽ ഡിസൈൻ ചെയ്യണം. അപ്പം യൂസർ എക്സ്പീരിയൻസ് മുന്നിൽ കണ്ട് യൂസറിനെ എംപത്തൈസ് ചെയ്തിട്ട് നമ്മൾ ഓരോന്നും ഡിസൈൻ ചെയ്യണം. ശരിക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ ഇയാളുടെ തന്നെ ഒരു ഫേമസ് ബുക്കുണ്ട്, ഡിസൈൻ ഓഫ് എവറി ഡേ തിങ്സ്. ആ ഒരു ബുക്ക് ഭയങ്കര ഹിറ്റാണ്. അപ്പം ഇത് ഈവൻ അക്കാഡമിക് ലെവലിലൊക്കെ ഒരുപാട് റെഫർ ചെയ്യുന്ന ഒരു പുസ്തകമാണ്. അപ്പം അത് വായിച്ചാൽ നമുക്ക് ഇതിൻ്റെ ഒരുപാട് ഫണ്ടമെൻ്റൽസ് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മൾ വന്ന വഴിക്ക് തന്നെ പോവാം സംസാരം. എന്ന് വെച്ചാൽ നിങ്ങൾ ബാംഗ്ലൂരിൽ അവിടെ ഡെവലപ്പറൊക്കെ ആയി വെബ് പരിപാടികളൊക്കെ ആയിട്ട് നിന്നു. പിന്നെ എങ്ങനെയാണ് ഈ ഔട്ട്ഫിറ്റിനൊക്കെ ഉള്ള ഐഡിയ അവിടെ നിന്നാണോ? ഓക്കെ, അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ എൻജിനീയറിങ് കഴിഞ്ഞതാണല്ലോ. അപ്പോൾ അന്ന് ഈ വെബ്സൈറ്റ് എന്ന് പറയുമ്പം ഇത് ഒരു HTML സ്ക്രിപ്റ്റിംഗ് ആ ഒരു ലെവലാണ്. അപ്പോൾ എൻ്റെ തന്നെ ഫ്രണ്ട്സ് പറയും, ഈ എൻജിനീയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഈ സ്ക്രിപ്റ്റിങ്ങും വെച്ചിരിക്കുകയാണോ, വല്ല J2EO, അന്ന് ജാവ C++C ഒക്കെ ആണ് ഹോട്ട്, അതിലോട്ടൊക്കെ ഈ ട്രൈ അത്. അപ്പം എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അപ്പം ഒരു 2 വർഷം ഞാൻ ഈ സ്റ്റാർട്ടപ്പിൽ നിന്നു. ഓക്കെ, ആഫ്റ്റർ സെക്കൻഡ് ഇയർ മാർക്കറ്റിൽ റിക്വയർമെൻറ്റ്സ്, അന്ന് ആക്സെൻറ്റ്, ടൈംസ് ഓഫ് ഇന്ത്യൻ്റെ ആക്സെൻ്റൊക്കെ നമ്മളെല്ലാം ബുധനാഴ്ച എടുത്ത് നോക്കും അടുത്ത ഓപ്പർച്യൂണിറ്റിക്ക് ചാടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയം 2 വർഷമായപ്പോഴേക്കും നമ്മൾ സെയിം സ്കിൽ സെറ്റിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി. അപ്പം ആഫ്റ്റർ സെക്കൻഡ് ഇയർ ഞാൻ ആദ്യം ITC ഇത് ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ഇപ്പം ഈ ഒരു സ്കിൽ സെറ്റ് വെച്ചിട്ട് നല്ല ഡിമാൻഡായിരുന്നു. ഞാൻ ITCയിൽ ആദ്യം എനിക്കൊരു ജോബ് കിട്ടി. പിന്നെ ആഫ്റ്റർ 1 മന്ത് എനിക്ക് ഒരു US ബേസ്ഡ് കമ്പനി ഹണിവെൽ എന്ന് പറയും. ഹണിവെൽ അന്ന് GE എക്വയർ ചെയ്യുന്ന സമയം നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഹണിവെലിൻ്റെ സ്വിച്ചും തെർമോസ്റ്റാറ്റ്സ് ഒക്കെ ആയിട്ട് അവർ ഒരുപാട് ഡിവിഷൻസ് ഉണ്ട്. US വലിയ Fortune 500 ലിസ്റ്റിൽ വരുന്നൊരു കമ്പനി. അത് കിട്ടിയപ്പോൾ ഞാൻ അങ്ങോട്ട് ചാടി. അപ്പം എനിക്ക് ഓൾമോസ്റ്റ് ഞാനിപ്പം വാങ്ങുന്നതിൻ്റെ ഒരു 3 to 4 ടൈംസ് കിട്ടി ഫസ്റ്റ് ചാട്ടത്തിൽ തന്നെ. അപ്പം എൻ്റെ കൂടെ ക്യാമ്പസ് കിട്ടിയ പലരെയും അപ്പോൾ തന്നെ എനിക്ക് എന്താ പറയുക, അവരൊക്കെ മുകളിലെത്തി. അപ്പം പലരും TCS, ഇൻഫോസിസ് അങ്ങനെയായിരുന്നു ഒരു ആവറേജ് പോയത്. പിന്നെ അന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ Y2K ആ ലെവലിൽ കുടുങ്ങി നിന്ന് ഒരുപാട് പേരും ഉണ്ടായിരുന്നു. അപ്പം അന്ന് എന്നെ കൊച്ചാക്കി അങ്ങനെ എനിക്ക് അന്ന് മനസ്സിലതുണ്ട്. കാരണം ഈ ടെക് അല്ലല്ലോ, ഇതൊരു ഫ്രണ്ട് ആൻഡ് സ്ക്രിപ്റ്റിംഗ് അല്ലേ എന്നൊക്കെ. HTML എന്ന് പറയുമ്പോൾ അത്രേ ഉള്ളൂ. കാരണം ഇവിടെ ഇപ്പോൾ സ്കൂൾ പിള്ളേർ പഠിക്കുന്ന സാധനമാണ് HTML. ഞാൻ എൻജിനീയറിംഗ് കഴിഞ്ഞിട്ട് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ കൂടെ ജാവാ സ്ക്രിപ്റ്റും കൂടെ അറിയാതെ അങ്ങനെ കയറി വന്നപ്പോൾ ഭയങ്കര സ്ട്രോങ് കോമ്പിനേഷനായി. ഞാൻ കുറച്ച് ബാക്ക് എൻഡിലേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഈ ഡിസൈനറെ കൂടെയുള്ള ഒരു കരിയർ എനിക്ക് ഈ ഡിസൈനിൽ പിന്നെ ഒരു പിക്സൽ പെർഫെക്റ്റ് ഡിസൈൻ എന്നുള്ള ഒരു അങ്ങനെ ഒരു പിക്സൽ ഇങ്ങനെ സൂം ചെയ്ത് നോക്കിയിട്ടാണ് ഓരോന്നും അപ്രൂവ് ചെയ്യുക. അപ്പോൾ അത്രയും മൈന്യൂട്ട് ഡീറ്റെയിൽസിൽ പോയിട്ടുള്ള ആ ഒരു എക്സ്പോഷർ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായി. പിന്നെ ഓഫേറ്റിൻ്റെ കഥ. ഓക്കെ, ഓഫേറ്റിൻ്റെ കഥ നമ്മൾ കോഴിക്കോടുകാരാണല്ലോ. അപ്പം എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് ഈ ഹണിവെല്ലുള്ള സമയത്ത് തന്നെ എനിക്ക് വേറൊരു ഓഫറും വന്നിരുന്നു. ആ ഓഫർ ദുബായിലേക്ക് ചെല്ലാനാണ്. ദുബായ് ബേസ്ഡ് ഒരു സ്വിസ് കമ്പനി. 2000s ഇതൊക്കെ 2000 ആണ്. ഓക്കെ, അപ്പം 99 എനിക്ക് ഓഫർ വരുന്നത് ആഫ്റ്റർ സെക്കൻഡ് ഇയർ. അപ്പോൾ എനിക്ക് ഗൾഫ് വന്ന ഇൻട്രസ്റ്റ് ഇല്ല. അപ്പം ബാംഗ്ലൂരിൽ കുറച്ച് എക്സ്പോഷറൊക്കെ കിട്ടി അവിടെ സെറ്റിൽ ചെയ്യണം എന്നുള്ളൊരു മൂഡാണ്. ഞാൻ പറഞ്ഞു ഞാൻ ബാംഗ്ലൂരിൽ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ചെയ്യാം, എനിക്ക് ദുബായിൽ വരാൻ പറ്റില്ല എന്ന്.
അപ്പം അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ പിന്നെ അതിനുള്ള ഫുൾ സെറ്റപ്പിന് അന്നത്തെ ഒരു 1.25 ലക്ഷം രൂപ അയച്ചു തന്നു. ഞങ്ങൾ റൂമിൽ തന്നെ കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അപ്പം അതാണ് നമ്മുടെ ഫസ്റ്റ് ഓഫീസ്. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എൻ്റെ ബ്രദറുണ്ട്, കോഴ്സ് കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്നു. പുള്ളിക്ക് പിന്നെ ഇപ്പോൾ ഉള്ള കാലിക്കറ്റിലുള്ള ഒരു കമ്പനിയിൽ നിന്നും മാറണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സും എനിക്ക് കിട്ടിയ ഈ ജോബ് ഞാൻ റെഗുലർ വർക്ക് ചെയ്യും, ഞാനും ബ്രദറും കൂടെ. ബാക്കിയുള്ള സമയത്ത് ഈ ദുബായ് കമ്പനീൻ്റെത് കിട്ടും. എനിക്ക് മാസം ഒരു ഫണ്ട് വരാൻ തുടങ്ങി. അങ്ങനെ ബാക്കി 2 ഫ്രണ്ട്സും കൂടെ നമ്മളന്ന് കൂടി ഒരു ഡിസ്കഷനൊക്കെ കഴിഞ്ഞു. ഓക്കെ, നമുക്ക് ഈ സെറ്റപ്പ് വെച്ചിട്ട് പുറത്തുനിന്ന് ബിസിനസ് പിടിച്ചാൽ എങ്ങനെയാണെന്നുള്ളൊരു ഐഡിയ വന്നു. അങ്ങനെ നമ്മുടെ റൂമിൽ തന്നെയാണ് പിന്നെ ഓഫ് വൈറ്റിൻ്റെ ഒരു ഫസ്റ്റ് ഐഡിയ വരുന്നത്. അപ്പോൾ ഇനീഷ്യൽ ഒരു പീരീഡിലൊരു സ്ട്രഗിൾസ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഇനീഷ്യൽ അല്ല, ഇപ്പോഴും സ്ട്രഗിൾ തന്നെയാണ്. ഓർത്തെടുക്കാന്ന് പറഞ്ഞാൽ പിന്നെ അന്ന് വെബ് ഡിസൈൻ ആയിരുന്നല്ലോ ഞാൻ വന്നത്. അപ്പം നമുക്ക് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നാട്ടിലെ എല്ലാ സ്ഥലത്തും ഈ പ്രോജക്ട്സ് അവൈലബിൾ ആണ്. നമ്മളിവിടുത്തെ ഗാലക്സി ബിൽഡർ, മലബാർ ഗോൾഡ്, പിന്നെ അപ്പോളോ, പിന്നെ കടവ് റിസോർട്ട്സ്, ഇവരൊക്കെ ഇവിടുത്തെ കാലിക്കറ്റിലെ എല്ലാ ബിൽഡേഴ്സിൻ്റെ വെബ്സൈറ്റും നമ്മൾ അന്ന് തന്നെ കാലിക്കറ്റിലൊരു ലീഡിങ് കമ്പനിയായിട്ട് പെട്ടെന്ന് തന്നെ മാറി. പിന്നെ നമുക്ക് എന്താ പറയുക, എൻ്റെ ഫ്രണ്ട്സായിരുന്നു സർഫറാസ്, ഷെമിയും, ഇപ്പോൾ ഇവിടുത്തെ CFO ആണ്. നമ്മൾ 4 പേരായിരുന്നു ഫസ്റ്റ് തുടങ്ങിയത്. അങ്ങനെ ഡൈവേഴ്സ് ക്ലയൻസ് ഉണ്ടാവുമ്പോൾ പല ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ക്ലയൻസ് ഉണ്ടാകുമ്പം അവരുടെ റിക്വയർമെൻറ്റ്സ് ഒക്കെ എങ്ങനെ ആ ഡിസൈനിൽ മനസ്സിലാക്കിയെടുക്കുന്നതും? നമുക്ക് സൗദി, US അങ്ങനെ പല കസ്റ്റമേഴ്സും ഉണ്ട്. അന്ന് എന്താ പറയുക, വെബ് ഡിസൈനിൻ്റെ ഒരു ഏർലി ഏജാണല്ലോ. അപ്പം എന്താ പറയുക, കുറച്ചൊരു ഡിസൈൻ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായതുകൊണ്ട് നമ്മളുണ്ടാക്കുന്ന ഡിസൈൻ പൊതുവെ ആളുകൾക്ക് ഇഷ്ടപ്പെടാറുണ്ട് അന്നേ. പിന്നാണ് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഈ അടുത്ത് പറഞ്ഞപ്പോഴാണ്, ഞാൻ പണ്ട് 4, 5 ആകുമ്പോൾ ഈ ടോം ആൻഡ് ജെറിയൊക്കെ വരച്ചു കൊടുക്കാറുണ്ട്. എനിക്ക് തന്നെ മറന്നുപോയിട്ടുണ്ട്. അപ്പം എനിക്ക് അന്ന് അങ്ങനെ ഒരു ടാലൻറ്റ് അത് ഉണ്ടെന്ന് എനിക്ക് തോന്നി ചിലപ്പോൾ ഇങ്ങനെ. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത് വന്നപ്പം എനിക്കിത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പം അന്നേ നമ്മുടെ ഞാൻ അണിവലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം കുറച്ച് സമയം ഞാൻ റിസൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ എൻ്റെ ഫ്രണ്ട്സ് 3 പേരാണ് ബാക്കി ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സർഫറാസ് സെയിൽസ് പിടിക്കും, എൻ്റെ ബ്രദറും ബാക്കി കുറച്ച് പേര് നമ്മൾ ഹയർ ചെയ്തിരുന്നു ഇൻറ്റേൺസൊക്കെ ആയിട്ട്. അങ്ങനെ അവരെ വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യും, ഞാനും ഡിസൈൻ ചെയ്യും. അപ്പോൾ ഏർലി ഏജ് ആയിരുന്നല്ലോ, അപ്പം നിങ്ങൾ നേരിടുന്ന പല ചലഞ്ചസും ലിമിറ്റേഷൻസും ഒക്കെ ഉണ്ടാവും ഡിസൈൻ പ്രൊസീജിയറിൽ. പക്ഷേ അതെങ്ങനെ ക്ലയൻസിനുമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തെടുക്കും? അവരുടെ റെക്കമെൻഡേഷൻസിന് അന്ന് പിന്നെ ഇത് എന്നുള്ള പ്രശ്നമാണ്. നമ്മൾ ഒരു ഡിസൈൻ ചെയ്യും, പക്ഷേ അന്ന് ഈ വെബ് ഡിസൈനിൻ്റെ വെരി ഏർലി സ്റ്റേജ് ആയതുകൊണ്ട് കസ്റ്റമറിനും വലിയ ഐഡിയ ഒന്നുമില്ല. നമ്മൾ കൊടുക്കുന്നത് തന്നെയാണ് ഡിസൈൻ. ഓക്കെ, പിന്നെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചപ്പോൾ കടവിൻ്റെ ഡിസൈൻ ചെയ്തപ്പം എനിക്ക് ഈ മാക്രോമീഡിയ ടൂൾസ് അറിയായിരുന്നു, ഫ്ലാഷും. അപ്പം കടലിൽ പിന്നെ അവിടെ ആ റിവർ ഉണ്ടല്ലോ, റിവറിൽ നിന്ന് ഇങ്ങനെ മീൻ തുള്ളുന്നതും ആനിമേഷനൊക്കെ ആയിട്ടുള്ള ഒരു ഹോം പേജ് ആയിരുന്നു അന്ന്. എന്നിട്ട് അവിടെ നിന്നുള്ള ഒരു വ്യൂ. അപ്പം ആനിമേഷനും അന്ന് വെരി ഏർലി സ്റ്റേജാണ്. അത് അഡോബിൻ്റെ ടൂൾ വെച്ചിട്ട് നമ്മൾ ഫ്ലാഷിലായിരുന്നു അത് ചെയ്തത്. അപ്പം അത് നമ്മൾ ഭയങ്കര ആ സമയത്തുള്ള ട്രെൻഡിൽ ഏറ്റവും ടോപ്പ് തന്നെയായിരുന്നു. കാലിക്കറ്റിൽ ഒരുവിധം നെയിം ഓൾ ദ ബിൽഡേഴ്സ്, ജ്വല്ലേഴ്സ് ഒക്കെ നമുക്ക് അന്ന് കസ്റ്റമറായി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇന്ന് നിങ്ങൾ ഇവിടെ ഇപ്പം ഹയർ ചെയ്യുന്ന സമയത്തൊക്കെ ഫ്രഷേഴ്സൊക്കെ ആണെങ്കിൽ എന്താണ് നിങ്ങൾ നോക്കുക? ഓക്കെ, ഇപ്പം അതിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് എനിക്ക് തോന്നുന്നു നമ്മൾ പിന്നെ ഒരു ചെറിയൊരു ട്രാൻസ്ഫോർമേഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ജേണിയുടെ ഭാഗമായിട്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഞാൻ മുഴുവനാക്കിയിട്ട് ഇതിലോട്ട് വരാം. അപ്പോൾ നമ്മുടെ കമ്പനി ഓഫ് വൈറ്റ് വെബ് ഡിസൈനിൽ നിന്നും നമുക്ക് ഒരു എൻ്റർപ്രൈസ് ക്ലാസ്സിലേക്ക് കയറണമെന്നുണ്ട്. കാരണം നമ്മൾ വെബ് ഡിസൈനിൽ ഒരു ലിമിറ്റഡ് എമൗണ്ട് ആളുകൾ സ്പെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് എൻ്റർപ്രൈസിലോട്ട് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടെ വലിയ ഇപ്പോൾ ഓഫീസിൽ തന്നെ ഇൻട്രാനെറ്റ് വർക്ക് ഫ്ലോ ഓട്ടോമേഷൻ എന്നൊക്കെ പറഞ്ഞ് സെഗ്മെൻറ്റിലേക്ക് കയറി. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ടെക്നിക്കലായി. ഞാൻ ടെക്നിക്കൽ പ്രോജക്ട്സ് മാനേജ് ചെയ്യുന്നൊരു ഫേസിലോട്ട് പോയി. അപ്പോൾ ഞാൻ ശരിക്കും ഈ പിന്നെ വീണ്ടും UX വരുന്നതിൻ്റെ മുമ്പ് നമ്മൾ ഒരു എൻ്റർപ്രൈസ് ടെക്നോളജി സൊല്യൂഷൻ പ്രൊവൈഡർ എന്നുള്ള ഒരു പ്രൊഫൈലിൽ കുറച്ച് കാലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതൊരു
2016-17 ഒക്കെ നമ്മൾ ഓഫേറ്റ് പക്ക എൻ്റർപ്രൈസ് സൊല്യൂഷൻ പ്രൊവൈഡറായിട്ട് നമുക്ക് ഒരു ഇൻ്റർനാഷണൽ പിന്നെ ഒമാൻ എയർ പോലത്തെ അങ്ങനെ വലിയ വലിയ കുറച്ച് കസ്റ്റമറൊക്കെ നമുക്ക് കിട്ടി. മൈക്രോസോഫ്റ്റിൻ്റെ ഗോൾഡ് പാർട്ട്ണർഷിപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ സെഗ്മെൻറ്റിൽ കുറച്ച് കാലം ഞാൻ വർക്ക് ചെയ്തു. നമുക്ക് ഒരു വലിയ കസ്റ്റമർ ഞാൻ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത്, എൻ്റെ ഒരു ടീമും. അപ്പം അത് കഴിഞ്ഞ് ആ കസ്റ്റമർ പെട്ടെന്ന് നമുക്ക് മിസ്സായി. അവിടെ ഒരു അറബൈസേഷൻ്റെ ഒരു ഇഷ്യൂ വന്നപ്പം നമ്മുടെ ഒരു പിന്നെ കസ്റ്റമർ നമുക്ക് പോയി. അത് ഒമാനറായിരുന്നു. അപ്പം അന്ന് എൻ്റെ കൂടെ വലിയൊരു ടീം എയർലൈൻ ഡിവിഷൻ എന്ന് പറഞ്ഞിട്ട് എൻ്റർപ്രൈസിൽ തന്നെ നമ്മൾ ഒരു വെർട്ടിക്കലാണ് എയർലൈൻ, അത് മാനേജ് ചെയ്യാൻ നമ്മൾ കുറച്ച് വലിയ ടീമുണ്ടായിരുന്നു. അപ്പോൾ ആ ടീമിന് ഇനി പിന്നെ എന്ത് ചെയ്യും, വലിയൊരു കസ്റ്റമറും പ്രൊജക്റ്റും പോയി. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, തൽക്കാലം ഒന്ന് ഫ്രീസ് ചെയ്തു കാര്യങ്ങൾ. ഞാൻ കുറേ സ്ഥലത്ത് ട്രാവൽ ചെയ്തു, എയർലൈൻ ദുബായ്, ഇന്തോനേഷ്യ, മലേഷ്യ, എല്ലാ രാജ്യത്തുള്ള എയർലൈനിൽ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൊത്തം കറങ്ങി. പക്ഷേ ഒരു രക്ഷയില്ല, എയർലൈൻ ക്ലിക്കായില്ല. അപ്പോൾ നമ്മുടെ ടീം അവിടെ കുറച്ച് പോസായി, ഈ എയർലൈൻ ഡിവിഷൻ്റെ ടീം. ബാക്കി നടക്കുന്നുണ്ട്, ബാക്കിയുള്ള എഫേർട്ടും കാര്യങ്ങളും എല്ലാം ഞാൻ ഡീൽ ചെയ്ത് ആ ഒരു വെർട്ടിക്കൽ കുറച്ച് കാലം ഇതായി. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഓക്കെ, എനിക്കൊരു ബ്രേക്ക് കിട്ടിയ പോലെ തോന്നി ആ സമയത്ത്. അപ്പം എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിലുള്ള ഒരു എന്താ പറയുക, നമ്മൾക്കെല്ലാവരെയും പലരുടെയും റോൾ മോഡലാണ് നമ്മൾ സ്റ്റീവ് ജോബ്സ്. ഓക്കെ, സ്റ്റീവ് ജോബ്സിൻ്റെ ഒരു സ്റ്റാൻഫോർഡ് സ്പീച്ച് ഉണ്ട്. അപ്പം അങ്ങനെ പറയുന്നുണ്ട്, പിന്നെ നമുക്ക് എന്താ പറയുക, അൾട്ടിമേറ്റ്ലി നമുക്ക് വർക്കും നമ്മുടെ ജോബും ശരിക്കും ഒരു സെപ്പറേറ്റ് ചെയ്യാത്ത വിധത്തിൽ നമ്മൾ അത് എൻജോയ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് ശരിക്കും കരിയർ സെറ്റാവും. അതുവരെ കീപ്പ് ലുക്കിംഗ് നെവർ സെറ്റിൽ, കീപ്പ് ഹണ്ടിങ് നെവർ സെറ്റിൽ എന്നുള്ള ആ വേർഡ് ഇതുണ്ട്. അപ്പോൾ എനിക്കും ഇനിയിപ്പോൾ ഒരു ഫ്രഷ് ആയിട്ട് തിങ്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ആസ്പിറേഷൻസും എൻ്റെ ഇൻട്രസ്റ്റും മീറ്റ് ചെയ്യുന്ന ഒരു ഏരിയയിൽ സെറ്റിൽ ആവണമെന്നുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ ഡയറക്ടേഴ്സിനോട് പറഞ്ഞു, എനിക്ക് നമുക്ക് ഇങ്ങനൊരു ടീം ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലോ, അതിൽ എൻ്റെ കൂടെ നല്ലൊരു ഡിസൈനറും ഉണ്ടായിരുന്നു. നമ്മളന്ന് omaner.com മൊത്തം മാറ്റി റീഡിസൈൻ ചെയ്യുന്ന ഒരു ലാർജസ്റ്റ് ടെൻഡർ നമുക്കായിരുന്നു കിട്ടിയത്. നമ്മൾ UK ബേസ്ഡ് ഒരു UX ഏജൻസിയായിട്ട് അന്ന് നമ്മൾ UX അല്ല, അപ്പം UK ബേസ്ഡ് ഒരു UX ഏജൻസിയായിട്ട് നമ്മൾ ടൈപ്പായിട്ട് അന്നത്തെ ഒരു 1.25 crore വാല്യൂ ഉണ്ട്. എൻറ്റയർ omaner.com റീഡിസൈൻ പ്രോജക്റ്റ് നമുക്ക് കിട്ടി. അപ്പം അതിൽ നമുക്ക് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ അവരുടെ UK ബേസ്ഡ് കമ്പനീൻ്റെ കൂടെ ഞാനും പിന്നെ നമ്മളിപ്പോഴത്തെ ടീമും വളരെ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്തു. അപ്പം നമുക്ക് ആ UXൻ്റെ ജേണി മൊത്തം മനസ്സിലായി. അതിലേറ്റവും രസകരമായ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവർ ഭയങ്കര പ്രോസസ്സും ഓറിയൻ്റൊക്കെ ചെയ്ത് പിന്നെ വർക്ക്ഷോപ്സൊക്കെ നടത്തി ഫൈനൽ ഡിസൈൻ ഇവർ അപ്രൂവ് ചെയ്യുന്നില്ല. ഒമാനർ എന്ത് കണ്ടിട്ടും ഡിസൈൻ അപ്രൂവ് ചെയ്യുന്നില്ല. ലാസ്റ്റ് നമ്മൾ ഇവിടുത്തെ ലോക്കൽ കാലിക്കറ്റ് ഡിസൈനേഴ്സ് ചെയ്ത ഡിസൈനാണ് അവർക്ക് ഇഷ്ടപ്പെടുന്നത്. സംഭവം വലിയ ജേണി UK ടീമൊക്കെ ഉണ്ടായെങ്കിലും ഫൈനലി പിന്നെ അവരുടെ ഡിസൈൻ നമ്മൾ ചെയ്തതാണ് അവർക്ക് അപ്രൂവ് ആയത്. ഒരുപാട് ലേണിങ്സ്. അപ്പോൾ അത് ഒരു എന്താ പറയുക, ഭയങ്കര ഒരു കോൺഫിഡൻസ് കിട്ടിയൊരു എക്സസൈസ് ആയിരുന്നു. നമ്മുടെ ഒരു വലിയ പ്രോജക്റ്റിൽ നമ്മളെ ഡിസൈൻ അപ്രൂവ് ആവുക എന്നുള്ളത്. അങ്ങനെ നമ്മൾ അപ്പം എനിക്ക് മനസ്സിലായി നമ്മളെ കൂടെയുള്ള കാലിക്കറ്റ് ബേസ്ഡ് ടീം അത്ര മോശമൊന്നുമല്ല, അവരെ കയ്യിൽ സ്റ്റഫുണ്ട്, നല്ല മരുന്നുള്ള ടീമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അപ്പം ഇത് നിന്നപ്പോൾ ഞാൻ ഇതിങ്ങനെ ആലോചിച്ചു, നമുക്ക് ഈ എക്സ്പീരിയൻസ് എൻ്റെ ഒറിജിനൽ ബോസിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ എനിക്കുള്ള ഈ എക്സ്പീരിയൻസ്, പിന്നെ സ്കൂൾ ലെവലിൽ ഞാനും വരക്കാറുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളെല്ലാം കൂടെ കണക്ട് ചെയ്തപ്പം എനിക്ക് തോന്നി ഈ ഡിസൈൻ പെർഫെക്റ്റ് ഡിസൈൻ ആക്കി കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഉള്ളിലുള്ള സംഭവമാണെന്ന് തോന്നി. അപ്പോൾ അത് നമ്മൾ അന്നുണ്ടായിരുന്ന ടീം വെച്ചിട്ട് ഓഫേറ്റ് UX എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊപ്പോസൽ നമ്മൾ ഓഫേറ്റ് മാനേജ്മെൻറ്റ് ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് വെച്ചു. അവരത് അപ്രൂവ് ചെയ്തു. അന്ന് ഒരു 5 ലക്ഷം ഒരു സീഡ് ക്യാപിറ്റലായിട്ട് ഒക്കെ. ബാക്കി കുറച്ച് റണ്ണിങ് ഒക്കെ ഉണ്ട്. ശരിക്കും ഒമാനറിൻ്റെ വർക്ക് നഷ്ടപ്പെട്ടതിൽ നിന്നാണ് അതിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ ഈ ഓഫേറ്റ് UX എന്ന ഒരു ഐഡിയ വന്നത്. ഇനി മേ ബി അത് നഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ ഏതെങ്കിലും റീസണിൽ ഞങ്ങൾ ഇതിലേക്ക് വന്നേനെ. ബട്ട് ഒരു ട്രിഗർ അതാണ്. നമ്മൾ ഡിസൈൻ ബേസ്ഡ് ഒരു ടീം ഇങ്ങനെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ omaner.comൻ്റെ ആ പ്രോജക്റ്റിൽ നിന്ന് കിട്ടിയ എക്സ്പോഷറിലൂടെ അപ്പം അങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് ടീമൊക്കെ എങ്ങനെ വലിയ ടീമാണോ? നമ്മൾ 4 പേരുള്ളൂ. ഓക്കെ, 4 പേരുള്ളായിരുന്നു. പിന്നെ നമ്മൾ പിന്നെ അവരിപ്പോഴും അവർ ഒരു
50% ഇപ്പോഴും ഉണ്ട്. ബാക്കി 2-3 പേര് ഇപ്പോഴും ഉണ്ട്. അല്ല 3 പേര് ഓക്കെ. നമ്മുടെ ചീഫ് ഡിസൈനർ ഉണ്ട്, ചീഫ് UX ഹെഡ് ചെയ്യുന്ന ആളിപ്പോഴും ഉണ്ട്, ഞാനും ഉണ്ട്. അപ്പം എങ്ങനെയാണ് ഇപ്പം ഇവിടെ നിങ്ങൾക്കൊരു ക്ലയൻറ്റ് ഒരു പ്രൊജക്റ്റുമായിട്ട് വന്ന് നിങ്ങളുടെ പ്രപ്പോസലൊക്കെ ആയിട്ട് വന്ന് പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു പ്രോസസ്സ് ഫ്രം പ്രൊജക്റ്റ് അക്സെപ്റ്റ് ചെയ്ത് തൊട്ട് അതിൻ്റെ ഫൈനൽ ഡെലിവറി ചെയ്യുന്നവരെയുള്ള ആ ഒരു പ്രോസസ്സ് ഒന്ന്? ഓക്കെ, നമ്മുടെ ഇപ്പോഴുള്ള പ്രോസസ്സ് ശരിക്കും നമ്മൾ പറയുക ഫണ്ടമെൻ്റലി ഡിസൈൻ തിങ്കിങ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഡിസൈൻ തിങ്കിങ് എന്നുള്ള നമ്മുടെ ഒരു ബേസിലാണ് നമ്മളെ പ്രോസസ്സൊക്കെ ഉള്ളത്. ഓക്കെ, ഡിസൈൻ തിങ്കിങ് എന്ന് പറഞ്ഞാൽ അതിലൊരു ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം എംപത്തൈസിങ്. അതായത് എംപത്തൈസിങ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ യൂസറിൻ്റെ കോണ്ടെക്സ്റ്റിലേക്ക് കൊണ്ടുവന്നിട്ട് തിങ്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ പിന്നെ പ്രോബ്ലം ഡിസ്കവർ ചെയ്യണം. ഡിസ്കവറി ഫേസ് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഡിഫൈൻ ഫേസ് എന്ന് പറയും. അപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ സൊല്യൂഷൻ ഡെഫിനിഷനിലേക്ക് വരിക. ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം. ആ സൊല്യൂഷൻ സ്പേസിൽ നമ്മൾ കിട്ടിയ പ്രോബ്ലത്തിൻ്റെ ഒരു സൊല്യൂഷൻ ഐഡിയാസൊക്കെ വന്നു, ഐഡിയേഷൻസ് നടത്തി. പിന്നെ നമ്മൾ ഡിജിറ്റൽ കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ ആ സമയത്താണ് വയർ ഫ്രെയിമിങ്ങും ഇൻഫർമേഷൻ ആർക്കിടെക്ചർ, യൂസർ ഫ്ലോ, പിന്നെ ആ പരിപാടികളൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്കൊരു ഇപ്പം ഡിജിറ്റൽ പ്രോഡക്റ്റിന് വേണ്ട ഫീച്ചേഴ്സ് എന്താണെന്നൊക്കെ ഉള്ളൊരു ധാരണയിലെത്തും. ഇത് കഴിഞ്ഞാൽ നമ്മൾ വേറെ തന്നെ ടീമിനെ ഹാൻഡ് ഓവർ ചെയ്യുന്നത്. ശരിക്കും നമുക്ക് UX ടീം, UI ടീം എന്ന് പറഞ്ഞിട്ട് 2 സെപ്പറേറ്റ് ടീമാണ്. അതൊരു ഡിബേറ്റബിൾ ഏരിയ ആണ്. കാരണം ഒരാളിൽ 2 എക്സ്പെക്റ്റ് ചെയ്യുന്ന കമ്പനികൾ ഒരുപാടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ കേരള ഒരു നേച്ചറൊക്കെ വെച്ചിട്ട് ഡിസൈനേഴ്സ് പൊതുവെ അത്ര കമ്മ്യൂണിക്കേറ്റീവ് അല്ല. അവർ സൈലൻ്റാണ്. അവർ കുറച്ചും കൂടെ എനിക്ക് ബാക്കിയുള്ളത് അത്ര അറിയില്ല. പക്ഷേ ഞാൻ ലിങ്ക്ഡിനിലൊക്കെ ഇതിൻ്റെ ഒരു ഡിബേറ്റിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ട്, ഒരു ഡിസ്കഷനിൽ. അപ്പം നമുക്കിവിടെ വർക്ക് ആവുന്നത് നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകൾ സൈലൻ്റ് ആയതുകൊണ്ട് അവർക്ക് കസ്റ്റമറായിട്ടുള്ള ഇൻറ്ററാക്ഷൻ നടത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മളിതിനെ സെപ്പറേറ്റ് ചെയ്തു, അതിപ്പോൾ നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ UX സൈഡ് ഞാൻ പറഞ്ഞില്ലേ, കസ്റ്റമേഴ്സ് ഡിസ്കസ് ചെയ്തിട്ട് കാര്യങ്ങൾ ഡിസ്കവർ ചെയ്യുക, പിന്നെ അതിനെ ഡിഫൈൻ ചെയ്യുക, അവരുടെ റിക്വയർമെൻറ്റ്സ് മനസ്സിലാക്കുക, അവരെ ഒരു ഇനീഷ്യൽ വയർ ഫ്രെയിമിങ് ചെയ്ത് കൊടുക്കുന്ന ടീം, അത് UX ടീം എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേറെ തന്നെ ഒരു ഹെഡും ഒരു മിനി ഡിപ്പാർട്ട്മെൻറ്റ് വിത്തിൻ UX നമ്മുടെ ഡിവിഷനിൽ. അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ വയർ ഫ്രെയിം നമ്മൾ എന്ത് ചെയ്യും, ഈ കളർ സെൻസും എസ്തെറ്റിക് സെൻസും ഒക്കെ ഉള്ള ടീം വേറെ ഉണ്ട്. അവരെ കയ്യിലോട്ട് ഈ റോ സാധനം കൊടുക്കും. അവരതിനെ വളരെ കെയർഫുള്ളായിട്ട് കസ്റ്റമറുടെ മൂഡ് മുതൽ ആ പ്രോഡക്റ്റിൻ്റെ, ഫോർ എക്സാമ്പിൾ ഒരു ഫുഡ് ഡെലിവറി ആപ്പാണെങ്കിൽ അതിൻ്റെ ഒരു മൂഡ് വേറെ തന്നെയാണ്. അതേ സമയത്ത് ഒരു ഓട്ടോ ബുക്കിംഗ് ആപ്പാണെങ്കിൽ അത് വേറെയാണ്. അപ്പം ഓരോന്നിനും മൂഡ് അനുസരിച്ചിട്ട് അവർ മൂഡ് ബോർഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ഒരു ഇനീഷ്യൽ ഡിസൈനിൻ്റെ ലാംഗ്വേജ് കസ്റ്റമറായിട്ട് കൺഫേം ചെയ്യും. അത് കൺഫേം ചെയ്താൽ ആ ഒരു ഡിസൈൻ പാറ്റേണിൽ നമ്മൾ മൊത്തം ആപ്പ് ഡിസൈൻ ചെയ്യും. അപ്പോൾ ഈ ഒരു ടീം വേറെ തന്നെയാണ്. അപ്പം നമുക്കിപ്പം ഇതുവരെ നമ്മൾ ഈ ഒരു 2 ടീമായിരുന്നു. പക്ഷേ ഈ ഒരു കൊല്ലം നമ്മൾ കുറച്ചും കൂടെ ഒരു എൻ്റർപ്രൈസ് സെഗ്മെൻറ്റിലോട്ട് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് റിസർച്ച് ടീം സ്റ്റാർട്ട് ചെയ്തു. റിസർച്ച് ടീം എന്ന് പറഞ്ഞാൽ ശരിക്കും UXൻ്റെ ഒരു ബ്രോഡർ ഇതിൽ വരുന്ന ഒരു ഭയങ്കര ക്രിട്ടിക്കൽ ടീമാണ്. പക്ഷേ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി നമ്മളെ ഈ ഒരു റീജിയനിലുള്ള കസ്റ്റമേഴ്സിന് അതിൻ്റെ വാല്യൂ മനസ്സിലായിട്ടില്ല. ഇവിടെ സംഭവം പൊതുവെ നടക്കാറ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയ ഉണ്ടാവും. നമ്മൾ വിചാരിക്കും UXലെ ഞാനാണെന്ന്. അതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക് നമുക്ക് പറ്റുന്നത്. UXൻ്റെ ഞാനല്ല, അത് ആരാണോ ആ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ പോണത് അവരാണ്. അപ്പോൾ അവരെ എംപത്തൈസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പം ഈ ഒരു എന്നുള്ള ഫാക്ടർ ശരിക്കും മീനിങ് ഫുൾ ആണെങ്കിൽ നമ്മൾ അവരെ കൂടെ എൻഗേജ് ചെയ്യണം. അവരെ ഇമ്മേഴ്സീവായിട്ട് എത്നോഗ്രാഫിക് സ്റ്റഡി എന്നൊക്കെ പറയും. അവരുടെ പിന്നെ കൂടെ നിന്നിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഈ കൊല്ലം നമ്മൾ ആ ഒരു പാർട്ട് സീരിയസ്ലി സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ മുമ്പുണ്ടായിരുന്ന 2 ടീം ഇപ്പോൾ 3 ടീമായി. അപ്പോൾ ഫസ്റ്റ് UX റിസർച്ച് ടീം, അവർ കുറച്ചും കൂടെ സൈക്കോളജി, ബിഹേവിയറൽ ആ ഒരു ആസ്പെക്റ്റിൽ കുറച്ചും കൂടെ ഡെപ്തുള്ള ആളുകളാണ്. അപ്പോൾ ഇതിൽ സത്യം പറഞ്ഞാൽ നമ്മൾ ട്രഡീഷണലി നമ്മൾ പറയുന്ന ഒരു UX ടൂളും ഡിസൈൻ ടൂളും ആവശ്യമില്ല.
പക്ക ഗ്രൗണ്ടിൽ പോവുക, എംപത്തി മാപ്പിംഗ്, പിന്നെ യൂസർ ജേണി മാപ്പിംഗ്, അങ്ങനെ കുറേ കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. ഞാൻ അതിലോട്ട് വരാം. കരിയർ വൈസ് അതൊരു വലിയ പ്രോമിസിങ് സെഗ്മെൻ്റാണ്. ഇപ്പം പറഞ്ഞല്ലോ ഈ ജനുവലി എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം സൈക്കോളജി അല്ലെങ്കിൽ യൂസറിൻ്റെ എംപത്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ടീമുണ്ട് പറഞ്ഞല്ലോ. ഇവരൊക്കെ ബേസിക്കലി ഡിസൈനേഴ്സ് ആണോ അല്ലെങ്കിൽ ഈ ഫീൽഡിൽ നിന്ന് വന്നവരാണോ? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഡിസൈനേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്ന ഡിസൈനർ ഉണ്ടല്ലോ, ഈ പണ്ട് അഡോബി ടൂൾസൊക്കെ വെച്ച് ഫിഗ്മൊക്കെ വെച്ച് കളറ് കൊടുത്ത് പിന്നെ എന്താ പറയുക, ഒരു കളറായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണല്ലോ നമ്മളെ മൈൻഡിൽ ഡിസൈൻ എന്ന് പറയാം. നമുക്ക് ഇത് ടോട്ടലി അങ്ങനെയല്ല. അപ്പം നമ്മൾ ഈ റിസർച്ച് ടീം സ്റ്റാർട്ട് ചെയ്യുന്നത് യൂസറിൻ്റെ പ്രോബ്ലം മനസ്സിലാക്കുന്ന പോയിന്റിലാണ്. അപ്പം നമ്മുടെ ഒരു അസംഷൻ അല്ലെങ്കിൽ ഒരു ഹൈപ്പോത്തസിസ് വെച്ചിട്ട് നമ്മളൊരു ഐഡിയ പറയും, ഓക്കെ ഇങ്ങനൊരു പൊട്ടൻഷ്യൽ സംഭവം. അത് ഗ്രൗണ്ടിൽ ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. നമുക്ക് ID ഇഡ്ലി ദോശ ഉണ്ടല്ലോ, ID നമ്മുടെ കസ്റ്റമറാണ്. അവിടുത്തെ അവരുടെ ഡ്രൈവേഴ്സിനുള്ള സെയിൽസ്മാൻ ആപ്പ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവരെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി, അവരെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഈ റിസർച്ച് ടീം ബാംഗ്ലൂരിൽ പോയി അവരെ കൂടെ വാനിൽ ട്രാവൽ ചെയ്ത് അപ്പോഴാണ് ശരിക്കും അവരുടെ ബുദ്ധിമുട്ടുകളും അവരുടെ ചാലഞ്ചസും ഫ്രസ്ട്രേഷൻസും ഒക്കെ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ തിരിച്ചു വന്നിട്ടാണ് അതിൻ്റെ UXൻ്റെ മറ്റേ നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പോകുന്നത്. ഇപ്പം ഒരാൾക്ക് ഇപ്പം ഒരു ഫ്രഷർക്ക് ഇപ്പം ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു വരണമെങ്കിൽ എങ്ങനെ ഇതിനെ പറ്റി കൂടുതൽ പഠിക്കാം എന്നൊക്കെ ഉള്ളത് അതെന്താണ് അതിന്? ഓക്കെ, അപ്പം അഗെയിൻ ഈ ഫ്രഷർ പിന്നെ അവരുടെ ഏരിയ ഡിറ്റർമിൻ ചെയ്യണം ഫസ്റ്റ്. ഞാൻ പറഞ്ഞല്ലോ UX എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ദറ്റ് എവ്രി വൺ ഡയറക്റ്റ്ലി, അപ്പോൾ എല്ലാവരും നേരിട്ടിട്ട് ഫിഗ്മ ടൂളിലോട്ടോ അങ്ങനെ വരുന്നതല്ല UX. അപ്പം എനിക്ക് കൂടുതൽ ഹ്യൂമൻ ബിഹേവിയറും സൈക്കോളജിയും ഇൻക്ലൈൻഡ് ഒരു ഫ്രഷറാണെങ്കിൽ ഐ വുഡ് സജസ്റ്റ് അതാണ് എൻ്റെ ഇതിൽ AI ഒക്കെ വരുന്നതുകൊണ്ട് ഏറ്റവും സേഫസ്റ്റ് ഏരിയ. യു ബി ദെയർ, അതിൻ്റെ ഇനീഷ്യൽ റിസർച്ചും ആ പാർട്ടിൽ ഫോക്കസ് ചെയ്യാം. സോ ഇഫ് യു തിങ്ക് യു ആർ എ സ്ട്രോങ് കമ്മ്യൂണിക്കേറ്റർ, ഇപ്പം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഉണ്ട്, കസ്റ്റമറായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ കം ഓൺ ടു ദ നെക്സ്റ്റ് സ്റ്റേജ്. ഇപ്പം ഈ ടൂൾസിനെ പറ്റി പറഞ്ഞപ്പം AI-ൻ്റെ വരവിനെ പറ്റി പറഞ്ഞു. അപ്പം അതിനെ എങ്ങനെയാണ് കാണുന്നത്? അത് സാധാരണ ആൾക്കാർക്ക് ഒരു ഡിസൈനേഴ്സിന് പ്രത്യേകിച്ചും ഒരു പേടിയുള്ളൊരു സാധനമാണോ, അല്ലെങ്കിൽ അതിനെ നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാന്നുള്ളതാണ്? ഇതിപ്പോൾ AI-നെ നമ്മൾ ആലോചിക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ പണ്ട് നമ്മൾ സമരമൊക്കെ ചെയ്തിരുന്നല്ലോ, കമ്പ്യൂട്ടർ ജോലി കളയുമെന്നൊക്കെ പറഞ്ഞിട്ടൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു നെക്സ്റ്റ് ഫേസ് ആയിട്ടാണ് എനിക്ക് ഈ AI തോന്നുന്നത്. ഓക്കെ, അന്ന് കുറച്ചും കൂടെ ത്രെറ്റ് ഉണ്ടായിരുന്നു. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ സാധനമാണ്, അതിന് കാശ് മുടക്കണം, ലക്ഷങ്ങൾ ചിലവാക്കണം, എന്നാലും എനിക്ക് കമ്പ്യൂട്ടർ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ, കോഴ്സിന് പോകണം. അപ്പം അന്ന് കമ്പ്യൂട്ടർ ആരും ജോലി കളഞ്ഞിട്ടൊന്നുമില്ല, പിന്നെ ജോലിയുടെ ആ ഒരു സ്റ്റൈല് മാറ്റി. കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയുന്നു. അപ്പം അന്ന് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കാത്തവർ മാർക്കറ്റൊന്നും ഔട്ടായി, കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നവർ അടുത്ത ലെവലിലോട്ട് പോയി. അപ്പോൾ ഇത് സെയിം വേ AI നമ്മൾ പിന്നെ ഇതേപോലെ നമ്മളെ ലെവല് വേറെ ലെവലിലേക്ക് കൊണ്ടുപോവുക ചെയ്യാം. ഐ ഡോണ്ട് തിങ്ക് AI റീപ്ലേസ് എന്നൊക്കെ ഉള്ളത് രീതി ഏജൻറ്റ് റീപ്ലേസ് ചെയ്യുന്നേ ഉള്ളൂ. പ്രൊഫഷണൽസിന് ആ വാല്യൂ ഉണ്ട്, അവരുടെ നോളജിൻ്റെ. ഇപ്പം ഫോർ എക്സാമ്പിൾ നാളെ AI ചിലപ്പം എന്താ പറയുക ഡയഗ്നോസിസ് ഇത് റീപ്ലേസ് ചെയ്തേക്കാം ഡോക്ടേഴ്സിൻ്റെ, അല്ലെങ്കിൽ ലോയേഴ്സിന് ഒരു എനിക്ക് ഇതേപോലത്തെ ഒരു കേസ് നമ്മൾ ഹിസ്റ്ററിക്കലി നടന്ന ഹാനം കിട്ടണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് കിട്ടണം എന്നൊക്കെ കൊടുത്ത AI അപ്പോൾ കൊണ്ടുവരും തരും. ഇറ്റ്സ് ലൈക്ക് യുവർ ഏജൻറ്റ്. ഐ ഡോണ്ട് തിങ്ക് അത് റീപ്ലേസ് ചെയ്യും തോന്നുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഡിസൈനേഴ്സിൻ്റെ ടൂൾസിലുള്ള നോളജാണോ അല്ലെങ്കിൽ വേ ഓഫ് അവർ കാര്യങ്ങൾ കാണുന്നതിലാണോ ഇമ്പോർട്ടൻസ്? എന്താണ് നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവ്? പ്രൊഫഷണൽ ഇൻവോൾവ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പിന്നെ ഹ്യൂമൻ വർക്ക് ചെയ്യുന്ന ആൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പണ്ട് പിക്സൽ പെർഫെക്ഷന് വേണ്ടിയിട്ട് അലൈൻമെൻറ്റ് അത് ഇതൊക്കെ ശരിയാക്കണം, അതൊന്നും നമ്മൾ ഇനി മാനുവലി ചെയ്യേണ്ട, അതൊക്കെ AI ചെയ്യും. ഓൾ മെക്കാനിക്കൽ പാർട്ട് കോഡ് AI ജനറേറ്റ് ചെയ്യും, പക്ഷേ എന്ത് കോഡ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണം.
ഓക്കെ. അപ്പം നമ്മൾ ഇപ്പോൾ സംസാരിച്ച് വന്നപ്പം ഇപ്പം സോഫ എവിടെ ഇടണമെന്ന് AI കാണിച്ചു തരും. അത് കറക്റ്റ് ആണോ എന്നുള്ള ആ ഒരു ജഡ്ജ്മെൻറ്റ് നമ്മുടെ ഭാഗത്തു നിന്നാണ്. അപ്പം ഈ ഒരു ജഡ്ജ്മെൻറ്റ് ഇപ്പം നിങ്ങൾക്ക് ഒരു 10-24 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് അത് പ്രോ ലെവലിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു ബിഗിനർ കയറി വരുന്ന സമയത്ത് അവർക്ക് ഈ ഒരു ജഡ്ജ്മെൻറ്റ് റെഡി ആക്കാനുള്ള എക്സസൈസ് എന്നുള്ളത് ഇപ്പം നല്ല വിഷ്വൽ കേപ്പബിലിറ്റി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്ന ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ചെറുതല്ല വലിയ കാര്യങ്ങൾ. ബിഗിനർ ആവുമ്പം ഡെഫിനറ്റ്ലി ഒരു എന്താ പറയുക, ഈ അവരുടെ ആവശ്യങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം അപ്പോൾ അവരുടെ ഒരു സീനിയർ ഡിസൈനർ പറയുന്ന കാര്യങ്ങൾ ഇനീഷ്യൽ ലെവലിൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കലായിരിക്കും ബിഗിനർ ഒരു ജോലി. അപ്പം അതിൽ വിഷ്വൽ സെൻസ് ഫണ്ടമെൻ്റലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സംഭവം അല്ലെങ്കിൽ ഒരു വീട് കണ്ടു, അല്ലെങ്കിൽ ഒരാളുടെ ഷർട്ടും പാൻറ്റും അതിൻ്റെ കളേഴ്സ് കണ്ടിട്ട് നല്ല പിന്നെ ഒരു കോമ്പിനേഷനാണ്, അല്ലെങ്കിൽ നല്ല മാച്ചാണ്, അല്ലെങ്കിൽ ഈ വീടിൻ്റെ മൊത്തം പെയിൻറ്റിങ് കണ്ടിട്ട് പറയണ ആ ഒരു പീസ് എന്താണ് അവിടെ ചേരുന്നില്ല. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഒരു ഇൻ ജനറൽ എസ്തെറ്റിക്സ് ജഡ്ജ്മെൻറ്റ് ഉണ്ടാവുക എന്നുള്ളത് ഡിസൈനറിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് കുറച്ചും കൂടെ എനിക്കൊരു ഓർമ്മ വന്ന ഒരു ഇത് ഞാൻ പറയാം. ഒരു സിവിൽ എഞ്ചിനീയറും ഒരു ആർക്കിടെക്റ്റും ഓക്കെ, നമുക്ക് വിഷ്വലൈസേഷൻ കേപ്പബിലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഡിസൈനിൽ. ഓക്കെ, ഒരു ഇല്ലാത്തൊരു സാധനം അവിടെ ഉള്ള രീതിയിൽ നമുക്ക് കാണാൻ പറ്റണം. ഇതാണ് ഒരു ആർക്കിടെക്ചർ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയർ തമ്മിലുള്ള ഒരു പ്രൈമറി ഡിഫറൻസ് ഞാൻ പറയുകയാണെങ്കിൽ. സിവിൽ മോർ ഓഫ് മാത്തമാറ്റിക്സും നമ്പേഴ്സുമാണ്. ആർക്കിടെക്ചർ അവർ അതിനെക്കുറിച്ചൊന്നും അത്ര വെറിയയില്ല. അപ്പോൾ നിങ്ങളൊരു ഹോള് പോയിട്ട് ഒരു സിവിൽ എഞ്ചിനീയറിനോട് നോക്കിയിട്ട് പിന്നെ ഒരു വാതിൽ എത്ര വീതി ഉണ്ടായിരുന്നു ചോദിച്ചാൽ അവർ കറക്റ്റ് 1.5 മീറ്റർ ഉണ്ടെന്ന് പറയും. അതേസമയത്ത് ഒരു ആർക്കിടെക്ട് മൈൻഡ് സെറ്റുള്ള ഒരാളോട് പോയി ചോദിച്ചാൽ അതെനിക്ക് അയാൾക്കത് പറയാൻ പറ്റില്ല. പക്ഷേ അയാൾ ഓൾഡ് എസ്തെറ്റിക്സും ആ കളേഴ്സൊക്കെ വളരെ ഫുള്ളി ക്യാപ്ചർ ചെയ്തിട്ടുണ്ടാവും. അപ്പം ഈ ഡെഫിനറ്റ്ലി ഡിസൈൻ മൈൻഡ് സെറ്റുള്ള ഒരാൾ പിന്നെ ആ ഓവറോൾ ഡിസൈനിൻ്റെ ഒരു സെൻസ് ഭയങ്കരമായിട്ട് ക്യാപ്ചർ ചെയ്യുന്ന ഒരാളാണ്. അവർക്ക് പെട്ടെന്ന് നോക്കിയിട്ട് ഈ ഡിസൈനിൽ എന്തെങ്കിലും അനോമലീസ് ഉണ്ടെങ്കിൽ, എൻ്റെ പഴയ ബോസൊക്കെ ഒരു പിക്സൽ അലൈൻമെൻറ്റ് തെറ്റിയാൽ അയാൾ അത് കണ്ടുപിടിക്കും. അത്രയും ഷാർപ്പായിട്ട് പിന്നെ ഡീറ്റെയിലേക്ക് പോകും. അപ്പം ആസ് എ ഡിസൈനർ അതാണ് ആ ലെവൽ ഓഫ് കേപ്പബിലിറ്റിയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്.